ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ഫോസ്റ്റർ. ഇന്ന് നമുക്ക് ഗോൾഡിൻ്റെ ട്രേഡിനെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇന്ന് 5th മെയ് മോർണിംഗ് സെഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് മാർക്കറ്റിന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കി കാണുമെന്ന് നോക്കാം. ഓക്കെ, ഇന്ന് ഫിഫ്ത്ത് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, മാർക്കറ്റ് ഒരു സിഗ്സാഗ് മൂവ്മെന്റ് നടത്തി ഒരു സൈഡ് വേയിലോട്ടാണ് മാർക്കറ്റ് പോയത്. ഇങ്ങനെ ഒരു മാർക്കറ്റ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഡ്രോ ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ വിട്ടേക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് സ്കാൽപ്പ് ചെയ്യാൻ മാർക്കറ്റിന് നോക്കി കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെയാണ് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കണ്ടില്ലേ? ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ താഴോട്ട് വന്നതോടുകൂടി ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ് എന്ന് കരുതിയിട്ട് ഒരുപാട് ഓർഡേഴ്സ് താഴോട്ട് ഇട്ട് വെച്ചവരുണ്ട്. ഇവിടെ വോളിയം കുറവാണ്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു? അവരെ SL ഹിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഈ ഒരു റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അത് കഴിഞ്ഞ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലാണ് മുകളിലെ ഈ ഒരു റേഞ്ചിലാണ് അടുത്ത ലിക്വിഡിറ്റി ഉള്ളത്. സോ മാർക്കറ്റ് സിമ്പിളായിട്ട് എന്താ ചെയ്തതെന്ന് നോക്കണ്ട. മാർക്കറ്റ് എങ്ങനെയാണ് റീറ്റെയിൽ ട്രേഡർ ട്രാപ്പ് ചെയ്യുന്നത്? മാർക്കറ്റ് ഈ ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ ഇട്ടിട്ട് മാർക്കറ്റ് നമ്മളെല്ലാവരും വിചാരിച്ച് താഴോട്ടാണെന്ന്, പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്ത്? പുഷ് ചെയ്തിട്ട് റിവേഴ്സ് കൊണ്ടുപോയി. സോ എപ്പോഴും മാർക്കറ്റ് വെയിറ്റ് ചെയ്ത് പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് റിവാർഡ് കൊടുക്കുക. സോ ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇന്നത്തെ വോളിയം ചാനലാണ്. വോളിയം ചാനൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇന്നലെ രാത്രികൾ ഉണ്ടായിട്ടുള്ള ഒരു വോളിയത്തിന്റെ കണ്ടിന്യൂറ്റി ഇവിടെ ഇല്ല. ഇന്ന് സ്മോൾ വോളിയത്തിലാണ് മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്തത്. അതുകൊണ്ട് ഒരു ലാർജ് അപ്പർ സൈഡ് മൂവ്മെന്റ് മാർക്കറ്റിനൊന്നും പോസിബിൾ അല്ല. കാരണം അത്രയും വലിയ വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സ്മോൾ വോളിയംസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. കമ്പാരിറ്റീവ്ലി യെസ്റ്റർഡേ ഇന്നലെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ലാർജ് സ്പൈക്കുകളാണ് മാർക്കറ്റിന് വോളിയം സൈഡിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വോളിയം കുറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ചാർട്ടും റിപ്പീറ്റഡ് അല്ല എന്ന് പറയാനുള്ള കാരണം, നമുക്ക് അന്നന്ന് കാണുന്ന ചാർട്ടിൽ സ്കാൽപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഗോൾഡ് ട്രേഡിംഗ് അല്ലെങ്കിൽ US ഓയിൽ ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും നമുക്ക് ഏറ്റവും സേഫ്. ആ സേഫസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ടോപ്പ് ലെവലിലേക്ക് പോയിട്ട് മാർക്കറ്റ് ഇവിടെ ഹോൾട്ട് ചെയ്തു. ഇവിടെയാണ് മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തത്. പ്രൈസ് അക്യുമുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് ഒരുപാട് നേരം മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടും. സെയിം റേഞ്ചിൽ നമ്മളൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ റേഞ്ചിലാണ് മാർക്കറ്റ് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തത്. ഇവിടെ ഒരുപാട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സെല്ലേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ട് കയറി. ഇതിന് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നാണ് പറയാം. മാനിപ്പുലേഷൻ എന്ത് ചെയ്യുക? മാനിപ്പുലേഷൻ ആണ് ഇവിടെ നടന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, AMD തിയറി എന്നൊക്കെ പറയുന്നത്. അതായത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇവിടെ കറക്റ്റ് അക്യുമുലേറ്റ് ചെയ്തു ഇവിടെ മാർക്കറ്റ്. അതിനുശേഷം എന്ത് ചെയ്ത്? മാനിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള SLഉം സ്റ്റോപ്പ് ലോസുകളൊക്കെ മാർക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റിന് എന്ത് വേണം? ഒരു പ്രോപ്പർ റീജിയൻ വേണം. ആ റീജിയൻ ആയിട്ട് മാർക്കറ്റ് കണ്ടത് ഈ ഒരു FEG ആണ്. ഈ ഒരു FEG ക്യാൻഡിൽ. ഈ ഒരു FEG എന്തുകൊണ്ടാണ് പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിനെ ഈ ഒരു റേഞ്ചിൽ നിന്ന് 4000 പ്രൈസിൽ ഇവിടെ നോക്കുക, 4582 എന്ന റേഞ്ചിൽ നിന്ന് മാർക്കറ്റിനെ ഈ ഒരു റേഞ്ചിലേക്ക് എത്താൻ സഹായിച്ച ഒരു ക്യാൻഡിലാണ് ഈ ഒരു FEG ക്യാൻഡിൽ. അപ്പോൾ ഇവിടാണ് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ഉള്ളത്. അപ്പോൾ സെല്ലേഴ്സ് ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ മാർക്കറ്റിനെ താഴോട്ട് പുഷ് ചെയ്യാൻ നോക്കും. പക്ഷെ അതിന് മൂലം മാർക്കറ്റ് എന്തൊക്കെയാണ് വേണം? ഒരു അക്യുമുലേഷൻ, ഒരു മാനിപ്പുലേഷൻ എന്നുള്ള ഒരു റീജിയൻ മാർക്കറ്റ് കിട്ടാൻ വേണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ ശേഷം ഈ ഒരു റേഞ്ചിലെത്തി 4538. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? 34 റേഞ്ചിലും മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയി. അതിന്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വരിക? ഈ ഒരു റീജിയനിലാണ് സ്റ്റോപ്പ് ലോസ് വരിക. വീണ്ടും നമ്മൾ ഒരു റീട്രേസ്മെന്റും കൂടെ കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റിൽ എൻട്രി നടത്തിയിട്ടുള്ളത്. ആദ്യം അക്യുമുലേഷൻ കിട്ടി, അതിനുശേഷം മാനിപ്പുലേഷൻ കിട്ടി, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിലോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു റീട്രേസ്മെന്റ് കിട്ടി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എൻട്രി പോകുന്നത്. സോ എത്ര സേഫ് ആയിട്ടാണ് എൻട്രി പോകുന്നത് എന്നുള്ളത് നോക്കുക. പക്ഷെ ഇതൊരു സ്കാൽപ്പിംഗ് ആണോ എന്ന് വെച്ചാൽ സ്കാൽപ്പിംഗ് ആണ്. പക്ഷെ ലോങ് ടാർഗറ്റിൽ നമ്മൾ നിന്നില്ല. ഇവിടെ ഈ ടാർഗറ്റ് ഈ ഒരു റേഞ്ചിൽ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതത്ര വാലിഡ് അല്ലാത്ത ക്യാൻഡിലാണ്. സോ ഇതിന്റെ താഴ്ഭാഗം വരെ മാർക്കറ്റ് വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത്? 34 കറക്റ്റ് റീജിയനിൽ നമ്മൾ എക്സിറ്റ് ആയി എന്ന് മാത്രം. അതിന്റെ ലൈവ് ട്രേഡ്സ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ,
സോ ഇതിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇന്ന് രാവിലെ 4529 സെല് ചെയ്തിട്ട് 4536 കവർ ചെയ്തു. $70 അതിന്റെ ലോസ്. അതിനുശേഷം സെയിം ലോട്ട് സൈസിൽ തന്നെ 36 എടുത്തു, 43 എക്സിറ്റ് ആയി. അപ്പൊ എന്ത് ചെയ്തു, ഈ രണ്ട് ഓർഡേഴ്സും തമ്മിൽ എന്ത് ചെയ്തു, ടാലി. ഈ രണ്ട് പ്രോഫിറ്റും ലോസും ഇല്ലാത്ത ലെവലിൽ മാർക്കറ്റ് നിന്നു. ഓക്കെ, അതിനുശേഷം 0.1 തന്നെ 38 സെല് ചെയ്ത് 34 കവർ ചെയ്തു. നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ ട്രേഡ് 38 സെല് ചെയ്തിട്ട് 34 നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം 38 നമ്മൾ അഗൈൻ എടുത്തു, അഗൈൻ 34 നമ്മൾ കവർ ചെയ്തു. അഗൈൻ 38 ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഓർഡേഴ്സ് ഇവിടെ കാണാം. ഈ 3 ഓർഡേഴ്സ് എന്തുകൊണ്ടാണ് 0.1ലും 0.2ലും 0.3ലും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഫസ്റ്റിൽ ഈ ഡിസ്ട്രിബ്യൂഷനിൽ എൻട്രി നടത്തിയിട്ടുണ്ട് 0.1ൽ. അഗൈൻ എന്ത് ചെയ്തു, എനിക്ക് കൺഫേം ആയി മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് നടത്തിയിട്ട് റിവേഴ്സ് തന്നെ വരുന്നുണ്ടെന്നുള്ളത്. ആ റിവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് 0.2 0.3, കാരണം ഇത് കൺഫേം ട്രേഡ് ആണ്. കാരണം എന്താ പറയുക, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു സിസ്റ്റം പ്രകാരം മാർക്കറ്റ് താഴോട്ട് വരണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെ നമുക്ക് പ്രൈസ് ആഡ് ചെയ്യാം. എന്നിരുന്നാലും അതിന്റെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് 42ലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 38 ആണ് എന്റെ സെല്ലെങ്കിൽ 42 ആണ് എന്റെ SL വരുന്നത്. കാരണം ഈ ഒരു സ്വിംഗ് ഹൈന്റെ ടോപ്പിലാണ് എന്ത് വരുന്നത്, സ്റ്റോപ്പ് ലോസ് വരുന്നത്. സോ അതിനുശേഷം 0.1ൽ ഒരു ഓർഡർ എടുത്തു, 36ൽ ബൈ ചെയ്തു, 33ൽ എക്സിറ്റ് ആയി. സോ ഇന്നത്തെ ഒരു ട്രേഡിന്റെ ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇന്നലെ മെനിഞ്ഞാന്ന്, ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ ഒരു 3 ദിവസത്തെ നമുക്ക് ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ BTC ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഈ സെയിം സെറ്റപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സെയിം സെറ്റപ്പിൽ 538 എടുത്തു, അതേപോലെ തന്നെ 681 കൊടുത്തു, അതുപോലെ 0.1 ഇവിടെ എടുത്തു, അതുപോലെ തന്നെ 0.ൽ നെക്സ്റ്റ് സെല്ല്. കാരണം ഈ ഓർഡർ അവിടെ ടാലി. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റോപ്പ് ലോസും നമ്മുടെ ടാർഗറ്റും ഈക്വൽ ആയിരിക്കും ഓൾമോസ്റ്റ് വരിക. നമുക്ക് മനസ്സിലാക്കാം, ലോസ് വരുമ്പോൾ ഒരു ഹ്യൂജ് ലോസും പ്രോഫിറ്റ് വരുമ്പോൾ സ്മോൾ പ്രോഫിറ്റും ബുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കില്ല നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ. ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഇവിടെ എന്തുകൊണ്ട് വൺ ലോട്ട് ഇട്ടു. ഇവിടെ വൺ ലോട്ട് ഇടാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഹൈലി കൺഫേംഡ് ട്രേഡ് ആണ്. എന്നാലോ ഒരു 2 പോയിന്റ് 3 പോയിന്റ് ഒക്കെ സ്കാൽപ്പിംഗിൽ മാർക്കറ്റ് തരത്തുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് സ്മോൾ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ആയത്. അതുപോലെ തന്നെ ഇവിടെ ഒരു $2 മാർക്കറ്റ് എക്സിറ്റ് ആയി. പിന്നീട് 0.1 ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, 0.2 0.3 0. ഇത് ഹൈ കൺഫർമേഷൻ ട്രേഡ്സിലാണ് 0.4 ചെയ്യുക, 56. സോ നമ്മൾക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, 0.1 ഇവിടെ രണ്ട് 0.1ന്റെ സെല്ലുണ്ട്. അതിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ലാർജ് പോയിന്റ് ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നിയർലി 6 പോയിന്റ്സ് ഇവിടെ രണ്ട് ട്രേഡിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ബൈ സൈഡിലേക്ക് പോയപ്പോൾ 0.1ൽ $1.5 ബുക്ക് ചെയ്തിട്ട് എക്സിറ്റ് ആയി. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് 3 ലോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടിന്യൂ ആയിട്ട് 70, ഇത് സ്ട്രിക്റ്റ് SL ആണത്. സ്ട്രിക്റ്റ് SL അടിച്ചതാണ്. 70ന്റെ XL പോയി, 70യുടെ SL പോയി, അഗെയിൻ 70 SL പോയി. ഇതിനൊക്കെ $7 വെച്ചിട്ട് നമുക്ക് ഈ എല്ലാ ട്രേഡിലും പോയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കാതെ അല്ലെങ്കിൽ SL വെക്കാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂജ് ലോസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ 3 days കൊണ്ട് $957 എന്ത് ചെയ്തു, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ നടന്നിട്ടുള്ളത് ഒരിക്കലും ലോട്ട് സൈസ് മാനേജ്മെന്റിനേക്കാളും കൂടുതലായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത് റിസ്ക് റിവാർഡ് റേഷ്യോ ആൻഡ് സ്റ്റോപ്പ് ലോസ്. ടൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ ലോസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും. ഒരു കണ്ടിന്യൂറ്റി നമ്മൾ ടോട്ടൽ ട്രേഡ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ആക്യുറസിയിൽ എല്ലാ ട്രേഡ്സും പോയിട്ടുണ്ട്. എല്ലാ ട്രേഡ്സിന്റെ ആക്യുറസി നമുക്കൊരു 80% ആക്യുറസി വന്നാൽ തന്നെ നമ്മൾ സൂപ്പർ സേഫ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് എപ്പോഴും സിമ്പിൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതുകൂടാതെ തന്നെ നമുക്ക് ഈ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് EMAs നമുക്ക് എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ടായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമെന്നും കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ EMA 20, EMA 50, EMA 100, EMA 200. അതായത് ഈ 20 ക്യാൻസലിന്റെ ആകത്തുകയാണ് 20. ഈ 20 എന്ന് പറയുന്നത്, ഈ 20 ലാസ്റ്റ് പ്രീവിയസ്ലി ട്രേഡ് ചെയ്തിട്ടുള്ള 20 ക്യാൻഡിൽസ്. അതുപോലെ തന്നെ പ്രീവിയസ്ലി ട്രേഡ് ചെയ്തിട്ടുള്ള 200 ക്യാൻഡിൽസിന്റെ ആകത്തുകയാണ് EMA 200. EMA 200 ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലൂ ലൈൻസിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു 200 EMA പ്രൈസിന്റെ പ്രൈസ് റേഞ്ച് ഇവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ റീജിയനിൽ മാർക്കറ്റ് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. 3 റീസൺ ആണ് ഈ സെല്ല് എടുക്കാനുള്ളത്. ഒന്ന്, EMA 200 എത്തി, ഇവിടെ FVGന്റെ കൺഫർമേഷൻ വന്ന്, അതിനുശേഷം മാർക്കറ്റ് അക്യുമുലേറ്റ് ചെയ്തു, മാനിപ്പുലേഷൻ നടന്നു, ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു,
അതിനുശേഷം അതിന് കൂടെ തന്നെ EMA നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു റീസൺ മാർക്കറ്റ് എടുക്കുക. പിന്നെ അതുകൂടാതെ നമുക്ക് വോളിയം കൂടെ സപ്പോർട്ട് ഉണ്ട്. വോളിയം ഇൻഡിക്കേറ്റ് എന്താ, ഹൈ സ്പൈക്ക് ഇവിടെ ഫോം ചെയ്യുന്നില്ല. സോ മൾട്ടിപ്പിൾ റീസൺസോട് കൂടി നമുക്കൊരു ട്രേഡിനെ കാണാനും അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റീവ് എടുക്കാനും എപ്പോഴും ചാർട്ട് ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക. ചാർട്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കൂടും, നമ്മൾ ഇൻസൈറ്റ് കൂടും മാർക്കറ്റിനോട്ടുള്ള. അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു P&L നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു ക്ലീൻനെസ് ഫീൽ ചെയ്യും. കാരണം ഈ പ്രോഫിറ്റ് ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് ക്ലീൻ ആയതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ചാർട്ട് ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ റിസ്കിനെ മാനേജ് ചെയ്യാൻ നോക്കുക. ലോട്ടല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നമ്മൾ ആ ട്രേഡിൽ ആ പോയിന്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ടോ, അവിടെ നമുക്കുള്ള ഇമോഷൻ എന്താണ് എന്നുള്ളതാണ് ട്രേഡിന്റെ നമുക്ക് നോക്കേണ്ട കാര്യം. ഓക്കെ ഗൈസ്, സോ സിമ്പിളായിട്ട് കാണുക മാർക്കറ്റിനെ. നമുക്ക് ഒരു സമ്മറി വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.